നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. 57 കോടി രൂപ ചെലവിലാണ് കോടതി സമുച്ചയം നിർമ്മിച്ചത്. അറബിക്കടലോരത്ത് ദേശീയപാതക്കരികെ 4 ഏക്കർ സ്ഥലത്താണ് കോടതി സമുച്ചയം ഉയരുന്നത്. 8 നിലകളിലായി ഓവൽ മാതൃകയിലാണ് പുതിയ സമുച്ചയം. കിഫ്ബി ഫണ്ടിൽ നിന്ന് 57 കോടി രൂപ ചെലവിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരിയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ ചുമതല. പടിഞ്ഞാറൻ കാറ്റും വെളിച്ചവും എല്ലാ മുറികളിലേക്കും എത്തുന്ന തരത്തിൽ 136 മുറികളാണ് കെട്ടിടത്തിലുള്ളത്. 222 വർഷം പഴക്കം ചെന്ന തലശ്ശേരിയിലെ പൈതൃക കോടതി പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ കോടതി, മുനിസിപ്പൽ കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റു കെട്ടിടങ്ങൾ പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറും. ഓഫീസർമാർക്കും വനിതാ അഭിഭാഷകർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും പ്രത്യേക വിശ്രമ മുറികളും മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള മുറികളും പോസ്റ്റ് ഓഫീസ്, ക്യാന്റീൻ തുടങ്ങിയവയ്ക്കും ഈ സമുച്ചയത്തിൽ സ്ഥലമുണ്ടാകും. ഉദ്ഘാടനത്തിനായി തലശ്ശേരി പൗരാവലിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്തിരുന്നു. ഭാരവാഹികളായി സ്പീക്കർ എം ഷംസീർ ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ് ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ലീഗൽ ഫ്രട്ടേണിറ്റി തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുടെ ബന്ധുക്കൾ, വക്കീലന്മാർ, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വളരെ കുറവാണ്. പക്ഷെ അതായത് അവരുടെ ഭാഗമായി ഉണ്ടാകും. നമുക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. അതിന് നമ്മളുടെ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റി ആ നിലക്ക് പ്രവർത്തിക്കും. 222 വയസ്സുള്ള കോടതി ഇതിന്റെ ഹിസ്റ്ററി സ്വാഗത പ്രസംഗത്തിൽ ബ്രീഫായിട്ട് പരാമർശിച്ചു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇപ്പോഴത്തെ DJ അദ്ദേഹം ഇതിന്റെ ഫൈനൽ വർക്ക് മോണിറ്റർ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ മുൻകൈയെടുത്തു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി യോഗങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഇനി ഏതെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, എവിടെയെങ്കിലും ടെക്നിക്കലായി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എൻ്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് നമുക്കൊരു ജനകീയോത്സവമാക്കി എപ്രകാരമുള്ള ബൈസെന്ററി സെലിബ്രേഷൻ നമ്മൾ ആഘോഷിച്ചത് അതുപോലെ ഈ ബൈസെന്ററിക്ക് ശേഷം നടക്കുന്ന ഇവിടെ കോടതിയുടെ ചരിത്രം പറഞ്ഞു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ കോടതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതിനെ അതേ അർത്ഥത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെല്ലാം ഒത്തു പരിശ്രമിച്ചാൽ സാധിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ നമ്മൾ ആലോചിക്കുന്ന സംഘാടക സമിതി രൂപീകരണം ഡിസംബർ അവസാനമോ ജനുവരി ആദ്യവാരമോ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. വരുമ്പോൾ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരണയിൽ കാര്യം. ആദ്യത്തെ മീറ്റിൽ പങ്കെടുത്താൽ മനസ്സിലായി ഇത് കയ്യിൽ ഒതുക്കുന്ന കാര്യമല്ല, ഇതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഒരുപാട് തടസ്സങ്ങൾ അതിന് പിന്നിലുണ്ട്. സമഗ്ര ന്യൂസ്, പാനൂർ.